സ്നേഹപൂർവ്വം ക്ഷമയുടെ ഏറ്റവും പുതിയ തകർപ്പൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവനാരായണൻ പോയി കഴിയുമ്പോൾ ആ ബാഗ് കണ്ട് അതെന്താടി എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി യശോദയോട്. യശോദ അതെടുത്തു നോക്കിയിട്ട് അവളുടെ ഡ്രസ്സുകളാണെന്ന് പറയുന്നുണ്ട്. എന്നാ പിന്നെ സംശയിക്കണ്ട, തീരുമാനിച്ചിറങ്ങിയതാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഇല്ല, അവൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്റെ മോളേന്ന് വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് യശോദ. രാധിക മോളേന്ന് വിളിച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കുന്നുണ്ട് യശോദ. മുത്തശ്ശി വന്ന ചെയ്ത തെറ്റിന്റെ ആഴം ബോധ്യായപ്പോൾ ഇറങ്ങി പോയതായിരിക്കും. തീർന്നല്ലോ ആ ശല്യം എന്ന് പറയുന്നുണ്ട്. തല്ലി ഓടിച്ചതോ ആട്ടിപ്പുറത്താക്കിയതോ അല്ലല്ലോ, അങ്ങനെയൊരുത്തി അവസാനിച്ചു, അത്ര തന്നെയെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. യശോദ കരഞ്ഞ് അവിടെ ആ പടിക്കെട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആ സമയം ബോധം കെട്ട് വീണ് കിടക്കുന്ന രാധികയുടെ അരികിലേക്ക് ഒരു സർപ്പം വരുന്നുണ്ട്. ദേവനാരായണൻ അമ്പലത്തിലേക്ക് വന്നപ്പോൾ അവിടെ അമ്പലത്തിന് പുറത്ത് കൂടി നിന്ന ആളുകൾ തേവള്ളി പത്മനാഭൻ തിരുമേനി എത്തിയിട്ടുണ്ടെന്ന് ദേവനാരായണനോട് പറയുന്നുണ്ട്. എവിടെയെന്ന് ചോദിച്ചപ്പോൾ ദാ അവിടെയെന്ന് പറഞ്ഞു ഒരു മരത്തിന് ചുവട്ടിൽ കണ്ണടച്ചിരിക്കുന്ന ഒരാളെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ സർപ്പം രാധികയുടെ അടുത്ത് തലയുയർത്തി പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ദേവനാരായണനെ കണ്ടപോട്ടെ അയാൾ അടുത്തേക്ക് വരുന്നുണ്ട്. ദേവനാരായണൻ ദേവപ്രശ്നം നാളെയാണെന്ന് അയാളോട് പറഞ്ഞപ്പോൾ തീയതി തെറ്റിയതല്ല, നിമിത്തങ്ങൾ നമ്മെ നേരത്തെ ഇവിടെ എത്തിച്ചു എന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാലെന്ന് ദേവനാരായണൻ ചോദിച്ചപ്പോൾ വിശദമായി പറയാം, ആദ്യം നട തുറന്ന് പൂജ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് അയാൾ. അങ്ങനെ ദേവനാരായണൻ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. കൂടെ ആ തന്ത്രിയും നാട്ടുകാരുമുണ്ട്. രാധിക വീണ് കിടക്കുന്ന സർപ്പം അടുത്തായി നിൽക്കുന്ന ദേവനാരായണൻ കാണുന്നുണ്ട്. അയ്യോ മോളെ എന്ന് വിളിച്ച് രാധികയുടെ അടുത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നുണ്ട് ദേവനാരായണൻ. പെട്ടെന്ന് തിരുമേനി നിൽക്കൂ, അനക്കമുണ്ടാക്കിയ ലാഭത്താണെന്ന് ആ തന്ത്രി പറയുന്നുണ്ട്. ദേവനാരായണൻ നടക്ക് മുന്നിൽ തൊഴുതു പിടിച്ചു നിന്ന് അവളെ കാക്കണേന്ന് പറയുന്നുണ്ട്. ആ സമയം ശ്യാമ നന്ദനത്തിലെ പാട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ. പാടിക്കൊണ്ടിരുന്നപ്പോൾ ശ്യാമയ്ക്ക് ചുമ വരുന്നുണ്ട്. പെട്ടെന്ന് പാട്ട് നിർത്തി തളർന്നിരിക്കുമ്പോൾ സംവിധായകനും കൂട്ടരും ഓടി വന്ന് എന്ത് പറ്റി മേഡം എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീ, എനിക്ക് പറ്റുന്നില്ല, ശബ്ദം തൊണ്ടയിൽ കുടുങ്ങിയ പോലെ, ശ്വാസം കിട്ടാത്ത പോലെ എന്ന് പറയുന്നുണ്ട് ശ്യാമ. ഡോക്ടറെ അടുത്ത് പോകണമെന്ന് അവർ ചോദിക്കുമ്പോൾ വേണ്ട, അല്പം നേരം ഫ്രീ ആയിട്ട് ഇരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് ശ്യാമ. എന്റെ മോൾക്ക് എന്തോ ആപത്തുണ്ട്, അവൾ ജീവന് വേണ്ടി പിടയുന്ന പോലെ, ആരോ അവളെ കൊല്ലാൻ തോന്നുന്ന പോലെ എന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട് ശ്യാമയ്ക്ക്. കൃഷ്ണ, എന്റെ മോളെ കാക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ, അവളെ കൈവിടില്ലേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം ആ സർപ്പൻ രാധികയ്ക്ക് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ദേവനാരായണൻ വിഷമിച്ച് നിസ്സഹായനായി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ നോക്കി ദേവനാരായണൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഒരു പരുന്ത് ആകാശത്തോടെ വരുന്നതായി കാണിക്കുന്നുണ്ട്. അത് വേഗം സർപ്പത്തിനെ എടുത്ത് റാഞ്ചി പോകുന്നുണ്ട്. ഇത് കണ്ട ആളുകളൊക്കെ അന്തം വിടുന്നുണ്ട്. ദേവനാരായണൻ വേഗം എണീറ്റ് രാധികയെ പിടിച്ച് മോളെ കണ്ണു തുറക്ക, എന്താ നിനക്ക് പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എണീക്ക്, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ രാധികയെ താങ്ങി പിടിച്ച് പോകാൻ നിൽക്കുമ്പോൾ തിരുമേനി പോകാൻ വരട്ടെ, ദേവപ്രശ്നത്തിനു മുമ്പ് ചില ദുഷ്കരങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞല്ലോ, അതിന്റെ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ഇവിടെ കണ്ടതെന്ന് പറയുന്നുണ്ട് തന്ത്രി. തിരുമേനി എന്താ പറഞ്ഞു വരുന്നതെന്ന് ദേവനാരായണൻ ചോദിക്കുമ്പോൾ നടയടച്ചു കഴിഞ്ഞു വരുന്ന സമയം ദേവദേവാദികൾക്ക് വ്യവഹാരത്തിനുള്ളതാണ്, അവിടെ മനുഷ്യർക്കുള്ള പ്രവേശനം ശാസ്ത്രം വിലക്കിയിട്ടുള്ളതാണ്, അതറിയുന്നില്ലെന്നുണ്ടോ തിരുമേനിക്കെന്ന് തന്ത്രി ചോദിച്ചപ്പോൾ അറിയാം പക്ഷേ എന്ന് പറയുന്നുണ്ട് ദേവനാരായണൻ. എന്നിട്ട് രാധികയുടെ ആ സമയം യശോദ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് രാധികയുടെ അടുത്ത് ചെന്ന് മോളെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. കന്യകയായ ഒരു പെൺകുട്ടി ക്ഷേത്രനടയിൽ ബോധപൂർവം ഒന്ന് കിടന്നു എന്ന് പറഞ്ഞാൽ അത് പൊറുക്കാവുന്ന കുറ്റമാണോ? അത് ദൈവനിന്ദിയല്ലേ? അതിന്റെ ദോഷം ഈ ക്ഷേത്രത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഭക്തർക്കില്ലേ എന്നൊക്കെ തന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല തലേദിവസം കഴുത്തിൽ കെട്ടാൻ പോയ താലി തട്ടിക്കളയുകയും ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ താലി ചാർത്തിയെന്ന് അവകാശപ്പെടുന്ന ഒരു പെണ്ണാണ് അങ്ങയുടെ മകൾ. കേട്ടുകേൾവി പോലുമില്ലാത്ത ഈ കഥയ്ക്ക് അങ്ങയുടെ കുടുംബം വ്യാഖ്യാനങ്ങൾ പലതും കൊടുക്കുമെന്ന് പറയുന്നുണ്ട് തന്ത്രി. പക്ഷെ അത് ദൈവനിഷേധവും ദൈവനിന്ദയുമാണ്, ശിക്ഷിക്കപ്പെടേണ്ട കുറ്റവുമാണ് എന്ന് പറയുന്നുണ്ട് തന്ത്രി. ദൈവത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരാണ്, അത് ഞാനായാലും അങ്ങായാലും അങ്ങയുടെ മകളായാലും തെറ്റ് ചെയ്താൽ അത് ചോദ്യം ചെയ്യപ്പെടണം എന്ന് പറയുന്നുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അത് വേണ്ടത് തന്നെയാണെന്ന് അവരും പറയുന്നുണ്ട്. ഭഗവാൻ ചാർത്തിയെന്ന് അവകാശപ്പെടുന്ന ഒരു താലി ഈ നടയിൽ ഉയർത്തി കാണിച്ചത് മുതൽ ദുർനിമിത്തങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. നാളെ ദൈവപ്രശ്നത്തിനു മുമ്പ് അതിനുള്ള പരിഹാരം ഉണ്ടായിരിക്കണം. ക്ഷേത്ര പൂജാരിയും മകളും അതിനുവേണ്ടി ഈ നടയിൽ ഉണ്ടാകണം. ഞാൻ മടങ്ങുന്നു എന്നും പറയുന്നുണ്ട് തന്ത്രി. നാട്ടുകാരും അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് എങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. രാധികയോട് എന്താ മോളെ ഇത്, എന്തിനാ വീട് വിട്ട് ഇറങ്ങി പോണേന്ന് ചോദിക്കുന്നുണ്ട് ദേവനാരായണൻ. കാര്യം എന്താണെന്ന് അച്ഛനോട് പറയൂ, ഇന്നലെ മുതൽ ആളുകൾ നിന്റെ പ്രവർത്തികൾക്കെതിരാണ്. നിന്നെക്കുറിച്ച് നല്ല പറഞ്ഞു വരുന്നവരൊക്കെ ഇപ്പൊ നിന്നെക്കെതിരെ വിരൽ ചൂണ്ടുകയാണെന്ന് പറയുന്നുണ്ട് ദേവനാരായണൻ. രാധിക കരഞ്ഞു തന്നെ നിന്നപ്പോൾ ഒന്നും പറയാനില്ലേ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് ദേവനാരായണൻ. ഞാൻ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് യശോദ രാധികയെ കൊണ്ടങ്ങ് പോകുന്നുണ്ട്. യശോദയും രാധികയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് കണ്ടുകൊണ്ട് നിന്ന് ഒരാൾ ജീവയെ വിളിക്കുന്നുണ്ട്. പത്മനാഭൻ തിരുമേനി ചതിച്ചില്ല, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നു, ദൈവനിഷേധം നടത്തിയതിന് അവൾക്കുള്ള ശിക്ഷയാണെന്ന് പറയുന്നുണ്ട് അയാൾ. നന്നായി, എല്ലാവരും അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ എന്ന് ജീവ ചോദിക്കുന്നുണ്ട്. ഉണ്ട്,
ദേവനാരായണനെയും കുടുംബത്തെയും എറിയാൻ ഭക്തജനങ്ങൾ കല്ലെടുക്കാൻ ഒരു മൂളൽ മാത്രം മതിയെന്ന് പറയുന്നുണ്ട് അയാൾ. അപമാനിക്കപ്പെട്ടതിന്റെ വേദന എത്രയാണെന്ന് അച്ഛനും മോളും പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജീവ ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ. യശോദ രാധയെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ മുത്തശ്ശി നിൽക്കുന്നതുകൊണ്ട് അവരെ മൈൻഡ് പോലും ചെയ്യാതെ രാധയെയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നിൽക്കാനും പറയുന്നുണ്ട് യശോദ. അതേസമയം നാട് വിടാൻ തീരുമാനിച്ചു എങ്കിൽ ഭഗവാന്റെ നടയിൽ എന്തിനാ ചെന്ന് കിടന്നേ? ഒഴിഞ്ഞു പോകില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി രാധികയോട്. ഞാൻ ഒന്നും പറയുന്നില്ല. നിനക്കുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ അത് നിന്നെ താലോലിച്ചവൾ തന്നെ തന്നോളും. അതിനാണ് അവൾ അകത്തേക്ക് പോയേക്കണേന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. യശോദ ചായയുമായി വരുന്നുണ്ട്. ഞാൻ ചായ കുടിച്ചതാണെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. ഇത് അമ്മയ്ക്കല്ലെന്ന് പറഞ്ഞ് യശോദ രാധയ്ക്ക് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് കേമായി. സൽക്കരിക്കാനാണോ നീ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നേ? അമ്പലത്തിൽ നിന്ന് പോയവർ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. നാളെ എന്തൊക്കെ പരിഹാരങ്ങളാവും പത്മനാഭൻ തിരുമേനി നിർദ്ദേശിക്കാൻ പോകുന്നത്? ദേവനെ ക്ഷേത്രത്തിൽ നിന്ന് ഇറക്കി വിടുവോ? നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരുവോ ഇവൾ ഈ ഒരുത്തി കാരണം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. നമുക്ക് പിന്നെ സംസാരിക്കാം അമ്മയെന്ന് പറയുന്നുണ്ട് യശോദ. നിന്നെ ഒന്ന് തല്ലാനുള്ള അധികാരം എനിക്കില്ലേ? അതിനൊരു വാക്ക് പോലും ചോദിക്കാതെ ഇറങ്ങി പോകണമായിരുന്നു എന്നൊക്കെ യശോദ ചോദിക്കുന്നുണ്ട്. 4 വാക്ക് ചീത്ത പറഞ്ഞാലും ഒന്ന് മാറ്റി നിർത്തിയാലും നീയില്ലാതെ ജീവിക്കാൻ അമ്മയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് യശോദ. കാണാതായത് മുതൽ ആ നടയിലേക്ക് എത്തണവരെ അമ്മയുടെ നെഞ്ചിന്റെ പിരത്തിൽ എന്തായിരുന്നു അറിയോ നിനക്ക്? ഇത് കേട്ട് ദേഷ്യത്തോടെ നീ മടിയിലേക്ക് പിടിച്ചങ്ങ് ഇരുത്ത്, എന്നിട്ട് കൊഞ്ചിക്കിടിയെന്ന് മുത്തശ്ശി പറയുമ്പോൾ അമ്മ മിണ്ടാതെ അകത്ത് പോകാൻ പറയുന്നുണ്ട് യശോദ. മുത്തശ്ശി പോയപ്പോൾ അമ്മ എന്നോട് ക്ഷമിക്കുന്നു പറയുന്നുണ്ട് രാധിക. ആ സമയം യശോദ രാധികയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഒരുപാട് ദൂരേക്ക് പോയേനെ. ഭഗവാന്റെ നടയിൽ ചെന്ന് പ്രാർത്ഥിച്ചു പോകാനായിരുന്നു തീരുമാനം. നിങ്ങളുടെ അഭിമാനത്തിന് ഞാനൊരു കറുത്ത പാടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് അമ്മേ, അല്ലാതെ സ്നേഹിക്കാഞ്ഞിട്ടല്ല എന്ന് പറയുന്നുണ്ട് രാധിക. അമ്മയുടെ അടുത്ത് നിന്ന് പോകാനാണെങ്കിൽ ഹൃദയം അറച്ചുമുത്തി പോകാൻ പറ്റൂന്ന് പറയുന്നുണ്ട് രാധിക. എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്ത് ശിക്ഷ വേണമെങ്കിലും ആളുകൾ വിധിച്ചോട്ടെ, പക്ഷെ നിന്നെ അമ്മ വിടില്ല, ഒരിടത്തും വിടില്ലെന്ന് കരച്ചിലോടെ യശോദ പറയുന്നുണ്ട്. എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് രാധികനെ. ഇതൊക്കെ വന്ന് കണ്ടോണ്ട് നിൽക്കുന്നുണ്ട് മുത്തശ്ശി. പിന്നീട് കണിമംഗലത്തെ ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. കരുതിക്കുട്ടി മാറി നിൽക്കുന്നതാണെങ്കിൽ നമ്മളെ കൊണ്ട് കണ്ടെത്താനും പറ്റില്ല എന്ന് ഉർവശി പറയുന്നുണ്ട്. അവൻ തെറ്റ് ചെയ്തിട്ടില്ലേ അച്ഛനടിച്ചേ? പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറയുന്നുണ്ട് കൽപ്പന. മുത്തശ്ശിക്കും അമ്മയ്ക്കും ഒന്നും പറയാനില്ലേ? ഇത്രയും കാലം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ ന്യായീകരിച്ചിരുന്നത് നിങ്ങളൊക്കെയല്ലേ? ദാ നിൽക്കുന്നു പ്രിയങ്ക. സംശയമുണ്ടെങ്കിൽ ഇവളോട് തന്നെ ചോദിക്കേ. വിവാഹത്തിന് ശേഷം ഒരു നിമിഷമെങ്കിലും ഇവരെ മര്യാദയ്ക്ക് ജീവിച്ചിട്ടുണ്ടോ? സന്തോഷം എന്താണെന്ന് ഇവൾ അറിഞ്ഞിട്ടുണ്ടോ? ചോദിച്ചു നോക്കാമേന്ന് പറയുന്നുണ്ട് കൽപ്പന. ഏട്ടത്തി, എല്ലാവരും നല്ല വിഷമത്തില. ഇനി എന്റെ കാര്യം പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കണ്ടെന്ന് പറയുന്നുണ്ട് പ്രിയങ്ക. ഇത്രയും അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി കാണിക്കുന്ന ഔദാര്യമെങ്കിലും നീ ഞങ്ങളോട് കാണിക്ക് കൽപ്പനയെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നത് കേട്ടാൽ എനിക്ക് കുടുംബത്തിനോട് എന്തോ വിരോധമുള്ള പോലെയാണല്ലോ. കൺമുമ്പിൽ ഒരു കാഴ്ച കണ്ടോ അത് ഒളിപ്പിച്ചു വെക്കാൻ എനിക്കറിയില്ല. ഞാനതങ്ങ് തുറന്നു പറയുന്നുണ്ട് കൽപ്പന. അത് നല്ലതിന് വേണ്ടിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയാത്തത് എന്റെ കുഴപ്പമാണോ എന്നും ചോദിക്കുന്നുണ്ട് കൽപ്പന. മതി മോളെ, നീ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പോയത് എവിടേക്കാണെങ്കിലും എല്ലാം കഴിഞ്ഞവൻ തിരിച്ചു വരട്ടെ. അവന്റെ മുമ്പിൽ ഞാനിപ്പോ വലിയ കുറ്റവാളിയാണല്ലോ. മകനെ കൈനീട്ടിയടിച്ച അച്ഛൻ, അതിനേക്കാൾ വലിയ എന്തപരാധമാണ് ഈ ഭൂമിയിൽ ഉള്ളേന്ന് പറയുന്നുണ്ട് പരമേശ്വരൻ. ആ സമയം അവിടേക്ക് വരുണിന്റെ കാർ വന്ന് നിൽക്കുന്നുണ്ട്. വരുൺ അതിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്.